ഉൾക്കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഫുള്ള് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇത്തിരി സീനുണ്ട്, ചെറിയ സീനേ ഉള്ളൂ, അത് വേറെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു ചെറിയ റെഡ് അലേർട്ട് നടക്കുകയാണ് ഇവിടെ. ഇപ്പോൾ എന്തോ ഇവിടെ ഒത്തിരി സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞു, ഇതേപോലെ മനസ്സിലായി കാണും നിങ്ങൾക്ക് എന്തിൻ്റെയാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ നോക്കണില്ല. इधर उन लोगों का हरकत दिखा रहा है, मगर आप लोग समझ रहे हैं मैं क्या बोल रहा है, ठीक है? फिर भी कोई दिक्कत नहीं, इधर आराम से सभी लोग काम कर रहा है, देख रहा है ना, कोई दिक्कत नहीं है. इधर खेत है पूरा, अच्छा है देखने के लिए, बहुत ही मस्त जगह है. ഇവിടുത്തെ CRPF ആർമിയൊക്കെ ആയിട്ട് ചോദിച്ചിട്ട് വേണം ടെൻ്റ് അടിക്കുക. അവർക്ക് അറിയാം ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, എന്താ ഇവിടെ അടിക്കാമോ ഇല്ലേ എന്നൊക്കെ. നമ്മൾ ഇഷ്ടത്തിനൊന്നും ചെയ്യരുത് ഇവിടെ വന്നിട്ട്. അത് വൈഷ്ണോദേവിയിലേക്കാണ്, അതായത് ഈ റസായി, നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടില്ലേ റസായി എന്ന് പറഞ്ഞ സ്ഥലത്ത് അറ്റാക്ക് നടന്നു, ആ വഴി കൂടെയാണ് ഞാൻ പോകാൻ പോണത്. ഇപ്പം ഞാൻ പോണത് നേരെ സുന്ദർബനി ചെന്നിട്ട് സുന്ദർബനി കയറിയിട്ടാണ് റസായിലേക്ക് കയറണം. अभी मैं जा रहा है वैष्णो देवी में. वो रसाई एक बार हमला कर दिया ना, वो उधर टेररिस्ट लोगों ने, वो उसी जगह से मैं जा रहा है. अभी सीधा जाएगा सुंदरबन और उसके बाद आएगा वो रसाई, उसके बाद कटरा पहुँचेगा मैं. आप लोग अभी देख रहे हैं नौशहरा में എൻ്റെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ചേട്ടനെ ഞാൻ കാണാൻ പറ്റി. അതിന് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കൂട്ടണം. അങ്ങനെ പുള്ളിയുടെ കൂടെ താമസിച്ച് അതൊന്നും ഷൂട്ട് ചെയ്ത് കാണിക്കാനൊന്നും പറ്റില്ല, ഷൂട്ട് ചെയ്തിട്ടുമില്ല. അതൊരു വലിയ ഭാഗ്യമായിട്ട് കൂട്ടുന്നു. ഇത് നമ്മളോട്ട് വിചാരിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇവിടെ പറഞ്ഞതും പുള്ളിയെ കാണുന്നു, പുള്ളി ചേട്ടൻ പിന്നെ വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ പുള്ളി ഇങ്ങനെ വിചാരിച്ചില്ല ഞാൻ ആ ഒരു സ്ഥലത്ത് വരുമെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ ചേട്ടാ എവിടെയാണെങ്കിലും ഞാൻ ബന്ധിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മളൊരാളുടെ അടുത്ത് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക, അത്ര തന്നെ. ബാക്കിയൊക്കെ പിന്നെ പറഞ്ഞിടത്ത് വെച്ച് നോക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കണം. मैं मेरा भाई को देखने के लिए मैं इधर तक आ गया था और मैं उनको देख लिया था. मुझे वो बहुत ही खुशी महसूस हो रहा है उनको देख के. बहुत ही लॉन्ग टाइम हो गया उनको देख के. और मैं उनको एक बात बताया था, आप कहीं पे भी हो मैं आ जाएगा, ऐसे बोल गया. उधर बहुत ही खतरनाक जगह था, मैं अभी आ गया जगह. मतलब बहुत ज़्यादा प्रॉब्लम होते रहते हैं इधर, इसीलिए. मगर फिर भी उनको देखने के लिए मैं इधर तक पहुंच गया. मेरा मन में क्या है, उनको देखना है, कहीं पे भी हो जाए, कुछ भी हो जाए मेरे को, मैं जाके देख के आऊँगा. ऐसे ही था, मैं जाके देख के अभी लौट रहा है वहाँ. अगर किसी से भी मैं ऐसे बोल दिया मैं आएगा, मैं ज़रूर आएगा. अगर मुझे कुछ भी हो जाए मेरे को कोई फ़र्क नहीं है, मैं उसका सोचता भी नहीं है. वो बंदे मेरा इंतज़ार कर रहा है ना, ऐसे ही सोच रहा है मैं. ഉൾപ്രദേശം എന്ന് പറഞ്ഞാൽ നല്ല ഉൾപ്രദേശമാണ്. ഇവിടെയൊക്കെ റെയറായിട്ട് ഇങ്ങനെയൊക്കെ ആൾക്കാർ വരുള്ളൂ. സുന്ദർബനി ഇവിടെയൊക്കെ എന്തോ കാണാനുണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം എന്തോ കാണാനുണ്ട്, കാണാൻ കുറച്ചൊക്കെ ഉണ്ട്. സുന്ദർബനിയിൽ ഒന്നുമില്ലെങ്കിൽ നല്ല നമ്മളിത് ഇവിടെയൊക്കെ വന്നു പോയെന്നെങ്കിലും പറയണ്ടേ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ കാണുന്നത് സുന്ദർബനായി. ഇവിടേക്ക് അത്യാവശ്യം നല്ല റിസ്ക് പിടിച്ച സ്ഥലമാണ്. അത്യാവശ്യം ഇവിടെയൊക്കെ
മിക്കവാറും ഹർക്കത്ത് മീൻസ് ഇതേപോലെ ഓരോ മൂവ്മെൻ്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. മിക്കവാറും അറ്റാക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഞാൻ ഈ വെറുതെ പറയണമെന്നല്ല, ഇപ്പം ഈ കാണുന്നൊന്നുമല്ല, നിങ്ങളിതെല്ലാം കാണണം. ഇവിടെയൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടില്ലേ? ബസ്സിൻ്റെ ക്ലാസ് വരെ പൊട്ടിയിരിക്കുക. അതവിടെ സൈഡിൽ കൊണ്ടിട്ടിട്ട് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ ഇതൊക്കെ മനസ്സിൽ വെച്ച് യാത്ര ചെയ്യാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുക, മാക്സിമം യാത്ര ചെയ്യുക. ഇതൊക്കെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് യാത്ര ചെയ്യണം. നമ്മൾ ഒരിക്കലെങ്കിലും നമ്മുടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുക, അത്ര തന്നെ. ഇത് JNK ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ്. आप लोग ये अभी देख रहे हैं सुंदरबन में, इस सुंदरबन में आप लोग भी यात्रा करना है. इधर खतरा भी है, फिर भी मन में कुछ आप लोग को कॉन्फिडेंस है तो यात्रा करना. आप लोग कभी भी बोल सकता है ना, मैं भी उधर गया था, पूंछ, रजौरी, शोपियां, इधर सभी घूम के इधर सुंदरबन सभी आ गया, ऐसे बोल सकता है ना किसी से भी बात करेगा तो. इतना खतरनाक एरिया है, फिर भी कोई दिक्कत नहीं. इधर खतरनाक होता है, मतलब कोई हरकत होता है तो वो पागल लोग ऐसे करता है ना, वो क्या क्यों ऐसे सभी लोगों को ऐसे मार के उन लोग क्या मिलता है. इसीलिए वो देख के मत सोच के घर में बैठो. आप लोग भी ऐसे यात्रा करो, इतना जगह पे जाओ, कोई मना, कोई आपको रेस्ट्रिक्शन, कोई कुछ नहीं कहेगा, ठीक है. ये रोड सीधा जम्मू तक जाता है. റസായിലാണ് ഇടയ്ക്ക് അറ്റാക്ക് നടന്നെന്നൊക്കെ പറഞ്ഞില്ലേ, റസായിൽ. ആ വഴിയാണ് ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് ജമ്മുവിൻ്റെ ഉൾപ്രദേശമാണ്, ഉണ്ടല്ലേ, റസായി ഡിസ്ട്രിക്റ്റിലാണ്. आप लोग देख रहे हैं जम्मू का अंदर का साइड है, मतलब रसाई डिस्ट्रिक्ट में है मैं अभी. ये हमला हुआ था, ये सभी इसी रास्ते में हुआ था. किधर हुआ था पता नहीं मेरे को. इसी रास्ते में कहीं पे भी उसमें बहुत लोगों को नुकसान हो गया था उसी हमले के वजह से. അന്ന് അറ്റാക്ക് നടന്നപ്പോൾ ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ടായി, ഒരുപാട് പേര്, കുറച്ച് പേര് മരിച്ചു അതിൽ. ഇവിടെയൊക്കെ ഫുള്ള് ഫോറസ്റ്റാണ്. ഇവിടെയൊക്കെ സമയം വേണം, എന്ത് വേണം നടക്കാം, അതിലൊന്നൊരു കാര്യമില്ല. ഇതർ पूरा जंगल है, इधर कुछ भी हो जाता है, पता नहीं. फिर भी ऐसे ही जा रहा है. मैं एक बात याद रखना, मेरे पास बुलेट प्रूफ कुछ भी नहीं है, फिर भी मैं ऐसे घूम रहा है इधर. सब इधर डरने की कोई ज़रूरत नहीं. अगर कुछ हो जाएगा तो होने दो ना, कभी भी होना है, फिर उसका परवाह नहीं करना है. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഞാൻ ഇവിടെ കറങ്ങണത് ഈ ബുള്ളറ്റ് പ്രൂഫോ തേങ്ങ ഒന്നും ഇട്ടാതെയാണ്. പിന്നെ അതുമല്ല, എനിക്ക് വേറെ സപ്പോർട്ടും തേങ്ങ ഒന്നുമില്ല. എങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. മനസ്സിൽ ഇത്ര ധൈര്യം ഉണ്ടോ അത്രയും വെച്ചിട്ട് ഇരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ ഇവിടെ പേടിച്ചിട്ടൊന്നും ഇവിടെ ആരും വരരുത്, അത്രേ ഞാൻ പറയുള്ളൂ. ഇവിടെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക, അത്ര തന്നെ. ഒറ്റപ്പാടുന്ന ബസ് ഇതാണെന്നാണ് തോന്നണം എനിക്ക്. वैष्णो देवी कटरा जाना है. वैष्णो देवी कटरा. मैं कहाँ से आया? इधर से ही आया था, मैप में इधर दिखाया था.
रास्ता हाँ रास्ता इधर से भी जाता है, और लेकिन आप इधर से घूम के ना ऐसे चले जाओ। ऐसे जाना आए कहाँ से? मैं वो जम्मू से आया था, बीच में रसाई। नहीं, जम्मू से आए? सीधा श्रीनगर से ऐसे आ रहा था, मतलब पूंछ साइड से। हाँ पुल से। वो सुंदरबनी हाँ उधर से आ रहा था, ऐसा रसाई। उधर से मेरे को गलती हो गया। नहीं, इधर से भी है। इधर से भी है? इधर से चीकड़ है। हाँ वो आगे गया तो रोड नहीं है ना। चीकड़ है, इधर चीकड़ है, लेकिन इधर से जाना। हाँ इधर से दुकान आएगी ना, ठीक है। इधर से राइट घूम जाना। हाँ राइट घूमने से उधर दो रोड आएंगे, एक जम्मू का रोड आएगा, हाँ उधर। हाँ एक कटरे का रोड आएगा। हाँ अच्छा अच्छा। राइट लेफ्ट साइड में चल रहा है। लेफ्ट साइड का? लेफ्ट साइड। हाँ इस साइड का नहीं। सजी साइड में नहीं जाना, ऊपर को नहीं जाना। हाँ लेफ्ट साइड वो ऐसे करना। हाँ लेफ्ट ही चलते रहना, लेफ्ट भी। बस ओके लेफ्ट। ओके आपको पता चल जाएगा लेफ्ट चल, फिर कोई रोड इधर तक आपने ऐसे डायरेक्शन में ना हाँ लेफ्ट ही आना है। हाँ हाँ फिर आगे से छोटे रोड में उधर नहीं घुसना, आप मेन रोड पे चलते रहना। सीधा मेन रोड पे आएगा? हाँ ठीक है ठीक है सर। ऐसा बोर्ड लगा। अच्छा 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 ठीक है ठीक है। रहने वाले कहाँ के आप? मैं केरला का है। केरला के? हाँ मैं केरला से आया बाइक लेके। अच्छा, केरला से बाइक लेके आए? हाँ मेरे पास केरला का बंदा विश्वास साहब का नंबर केरला में बात होती रहती है। अच्छा वो क्या आप आर्मी से रिलेटेड था वो। अच्छा 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 आप भी आर्मी में था? हाँ मेरा पापा भी आर्मी में था। अच्छा ठीक। इधर से जाना आगे लिखा। कितने बजे पहुंचेगा उधर? इधर से हाँ अभी 1.5 घंटा लगेगा। 1.5 घंटा? ठीक है। इधर ऊपर बोर्ड लगा हुआ, बोर्ड आराम से पढ़ लेना। हाँ 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 कटरा कितने किलोमीटर है, हाँ रियासी कितने किलोमीटर है, अच्छा फिर आगे ऐसे छोटे स्टेशन ठीक है। पौनी कितने किलोमीटर है, उधर लिखा हुआ। ठीक है ഓക്കെ താങ്ക് യു. ഞാൻ വന്ന വഴി മാറിപ്പോയി, ഇതുവഴി ആകെ 28 ठीक है. അങ്ങനെ വൈഷ്ണോ ദേവി ശ്രീ മാതാ വൈഷ്ണോ ദേവി കട്ര ഇവിടെ എത്തി. ഞാൻ ഇവിടെ കട്ര റെസിഡൻസിലെത്തി. പാർക്കിംഗ് ഇതാണ്. ഇവിടെ നിന്നാണ് വൈഷ്ണോ ദേവിക്ക് വരണവർ ഈ പർച്ച് വാങ്ങിക്കാൻ, അതായത് നമ്മളൊരു ഐഡൻറ്റിറ്റി കാർഡ് പോലത്തെ ഒരു സംഭവം തരും. നമ്മളെ ആധാർ കാർഡൊക്കെ വാങ്ങി അതിൽ അഡ്രസ്സൊക്കെ വെച്ച് തരണം. അപ്പോൾ അതെടുത്തിട്ട് വേണം നമ്മളിവിടുന്ന് പോവാൻ. ഇത് എടുത്താൽ മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി ആവുന്നത്. ഇവിടെ നമ്മളെ ചെക്കിംഗ് ഒക്കെ ചെയ്യും. റിസ്കിംഗ് പോയിൻ്റാണ്. ഇവിടുന്ന് മേളിലോട്ട് കുറേ നടക്കും. ഓക്കെ, അപ്പോൾ ഈ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കാം. ഞാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ദർശൻ ഗേറ്റിലേക്ക് പോകുന്ന വഴി. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അവിടെ നമ്മൾ പാസ് എടുത്തിട്ട് ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ നടന്നു വരണം താഴോട്ട്. പിന്നെ മേളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. കണ്ടില്ലേ, അവിടെ നിന്ന് കുറേ പോകാം മേളിലോട്ട്. ഞാനിവിടെ ഫ്രിസ്കിംഗ് പോയിൻ്റൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ബാഗൊക്കെ ചെക്കിങ് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് കയറി. ഞാനിവിടെ ലങ്കറിലേക്ക് പോകാം. ഇതാണ് ലങ്കർ. ഇവിടുത്തെ ലങ്കറിലെ ഫുഡാണ് ഇത്. കേസരി, ഇവിടെ ഇവിടുത്തെ ഗവൺമെൻറ് നടത്തുന്ന, അതായത് അമ്പലത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ഇതിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ലങ്കർ ഇതിനകത്തോട്ടാണ്. ഞാൻ മുമ്പ് ഒരിക്കൽ വന്നപ്പോൾ കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡാണ്. അതാണ് ഒന്ന് കഴിച്ചു. അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ തിരിച്ച് ഇത് നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ്. ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുറവുമില്ല. ക്വാളിറ്റിക്ക് ആയിരുന്നാലും അതൊക്കെ നോക്കി കടയിൽ നിന്നൊക്കെ മാക്സിമം കഴിക്കാതിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് പോവാൻ കുതിര കിട്ടും. കുതിരയല്ല, പോണി. അല്ലാന്നുണ്ടെങ്കിൽ കുതിരയുണ്ട് പോണിയുണ്ട്, രണ്ടും കിട്ടും. അതിന് അവരൊരു റേറ്റ് പറയും. അതല്ല നിങ്ങൾക്ക് നടന്നു പോകാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ,
വേറെ സീനൊന്നുമില്ല, നടന്നു പോവാം. ഇവിടെ കുളിക്കണമെന്നുണ്ടെങ്കിൽ കുളിക്കാം. അങ്ങനത്തെ ബാൻഗംഗ എന്ന് പറയും, അതാണ് ഇവിടെ. ഇത് വൈഷ്ണോ ദേവിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ, അതിൻ്റെ ഒരു ഐതിഹ്യം അങ്ങനെയാണ്. ഞാൻ സിനിമ കണ്ടിട്ടുള്ളത്. കുത്തി ഇതേപോലെ ഗംഗ ഉണ്ടാവുന്നു, ഉത്ഭവിക്കുന്നു. गंगा सॉरी बाणगंगा। अभी आप लोग देख रहे हैं वैष्णो देवी में बाणगंगा है। इधर आप लोग को नहाने के लिए भी जगह है, सब कुछ है। मैं और भी आगे चल रहा है, ठीक है।